ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉച്ചയൂണാണ് കേട്ടോ. ഒരുപാട് കറികളുള്ള ഒരു ഉച്ചയൂണ്, ഒരു വെജിറ്റേറിയൻ ഉച്ചയൂണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പം ആദ്യമായി ഇത് നല്ല ചെമ്പാവരിയുടെ നല്ല അടിപൊളി ചോറാണ് കേട്ടോ. നല്ല സൂപ്പർ ചോറാണ്. പിന്നെ അതിനുശേഷം നമുക്കുള്ളത് ഒഴിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു സാമ്പാറുണ്ട്, ഒരു അടിപൊളി സാമ്പാറുണ്ട്. പിന്നെ നമുക്കുള്ളത് സാലഡാണ്, നല്ല ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ടൊരു സാലഡുണ്ട്. പിന്നെ നമുക്കുള്ളത് അവിയലാണ്, എല്ലാ പച്ചക്കറികളും ചേർന്ന ഒരു അടിപൊളി അവിയലാണ്. പിന്നെ നമുക്കുള്ളത് ഒരു തോരനാണ്. അതെന്തോ തോരനെന്ന് ഇപ്പോൾ പറഞ്ഞു തരാം. നല്ല പപ്പായയും നല്ല പയറും കൂടെ ഇട്ട ഒരു നല്ല തോരനാണ്. അപ്പോൾ ഇത്രയും കറികളാണ് നമ്മൾ ഇന്നത്തെ ഉച്ചയൂണിനുള്ളത്. സാമ്പാർ, സാലഡ്, അവിയൽ, തോരൻ. അപ്പോൾ നമുക്ക് ചോറുണ്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സാമ്പാർ ഒഴിക്കാം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിലാണ്. അപ്പം ഹോസ്പിറ്റലിൽ തരുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിരിക്കും. അപ്പം കഴിവതും നമ്മുടെ നാച്ചുറലായിട്ടുള്ള വെജിറ്റബിൾസ് കൊണ്ടുള്ള കൂട്ടാനുകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. മിക്കവാറും പപ്പായ, പിണ്ടിത്തോരൻ, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൂടുതലുള്ളത്. അതുപോലെ സാലഡ്, തൈരെല്ലാം ഉൾപ്പെടുത്തിയിരിക്കും. പിന്നെ രസം, പരിപ്പ്, പുളിശ്ശേരി, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വകഭേദമായിരിക്കും നമുക്ക് ഒഴിച്ച് കഴിക്കാനുള്ളത്. സാമ്പാർ, അപ്പോൾ ഇന്ന് സാമ്പാറാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മുടെ ചോറിനകത്ത് നമ്മൾ സാമ്പാറൊക്കെ ഇട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല കായത്തിൻ്റെയൊക്കെ നല്ല മണമുണ്ട്, അടിപൊളി ഗുണമാണ് കേട്ടോ. ഇത് തോരനാണ്, നല്ല തോരനാണ് കേട്ടോ. പപ്പായയും വൻപയറും, മിക്കവാറും അവരുടെ കറികളിൽ വൻപയർ ഉൾപ്പെടുത്തിയിരിക്കും കേട്ടോ. പപ്പായയും വൻപയറും ചോറും. പിന്നെ നമുക്കുള്ളത് അവിയലാണ്. അവിയൽ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് കേട്ടോ. അവിയൽ ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമാണ്. എങ്കിലും എൻ്റെ മൂത്ത നാത്തൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിയലും ചോറും. പിന്നെ നമുക്കുള്ളത് സാലഡാണ്. സാലഡിനകത്ത് സാധാരണ സാലഡിനകത്ത് ഇടുന്നത് സവാളയും ഇഞ്ചിയാണ്. പക്ഷേ ഇന്ന് ക്യാരറ്റ് ഉണ്ട്, മുളകുണ്ട്. ക്യാരറ്റ്, മുളക്, തൈര്, ഇഞ്ചി. ഓക്കെ, സവാളയില്ല. അപ്പം അങ്ങനത്തെയാണ്. അപ്പം നമുക്ക് തിന്ന് തീർക്കാം. അപ്പം ഞാനത് മൊത്തം ഒന്ന് തിന്ന് തീർക്കട്ടെ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.